ഡോക്ടർ ഹാരിസിന്റെ വിഷയം വരുന്ന ഘട്ടത്തിൽ ഗവൺമെന്റ് ഡോക്ടർമാർ തന്നെ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ശിശു മരണ നിരക്ക് കുറവ് എന്നതിൽ ഒക്കെ തന്നെ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മുന്നിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ പൊതുജനാരോഗ്യത്തിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയുടെ കൂടി സംഭാവനയായിട്ട് വിലയിരുത്തേണ്ടി വരും എന്നല്ലേ താങ്കൾ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം? ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ അധികമാണ്. അതായത് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നവരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്. അതുകൂടി ചേർത്തിട്ടുള്ള കണക്കാണ് അല്ലേ? അതെ ശ്രീമതി സ്മൃതി, അത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാം. അതായത് നമ്മുടെ മൊത്തം ചികിത്സാ മേഖല നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആംബുലേറ്ററി കെയറിന്റെ 80% കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. പബ്ലിക് സെക്ടർ അല്ല. ആംബുലേറ്ററി കെയറിന്റെ ഇൻപേഷ്യന്റ് കെയറിന്റെ 60% കൈകാര്യം ചെയ്ത് പ്രൈവറ്റ് സെക്ടറാണ്, പബ്ലിക് സെക്ടർ അല്ല. 40% താഴെ ആളുകൾ മാത്രമേ നിവർത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ പബ്ലിക് സെക്ടറിനെ, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മൊത്തം ഒരു വ്യക്തിയുടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന്റെ 65% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അയാളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എടുത്താൽ, ഓരോ വ്യക്തിയുടെയും പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എടുത്താൽ 7899 കേരളത്തിൽ. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതലാണ്. അതായത് ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചികിത്സിക്കാൻ, സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ബീഹാറിലാണെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കേവലം 750 രൂപ മാത്രമാണ്. അവിടെയാണ് ഇവിടെ 7899 ആലോചിക്കണം. മെഡിസിനൽ ഷോർട്ടേജിന്റെ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2014 മുതൽ 2025 വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ആവശ്യ മരുന്നുകളുടെ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട മെഡിസിൻ ഷോർട്ടേജിന്റെ 62,000 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഒരേ മരുന്നില്ലാത്ത കേസുകൾ 4500 മുകളിലാണ്. 100 ദിവസമായിട്ടും മരുന്നില്ലാത്ത കേസുകൾ 21,000-ലധികമാണ്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ ഓർഡറുകളും 81% മെഡിസിനൽ ഓർഡറുകൾ ഡിലേഡ് ആണ്. ആവശ്യ സമയത്ത് കൊടുക്കാതെ വൈകിപ്പിച്ച് കൊടുക്കുകയും ആ മരുന്ന് വന്നാൽ പോലും അത് ആളുകൾക്ക് ഉപകാരത്തിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന മട്ടിലാണ്. അപ്പൊ ഇത് പ്രൈവറ്റ് സെക്ടർ നേടിയിട്ടുള്ള വലിയൊരു കുതിപ്പിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പൊതുജനാരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായി തമസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്ത് അതിനെ തകർത്തിട്ട് ഇപ്പൊ ആളുകൾക്ക് കൃത്യ മെസ്സേജ് എന്താ കൊടുക്കുന്നത്? ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി നേരെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. ആളുകൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? പറയും കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉന്നത നിലവാരമാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സയാണ്. പക്ഷെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരെ സ്വകാര്യ ആശുപത്രികളെയും വിദേശ ആശുപത്രികളെയും ആശ്രയിക്കുന്നു. സജി ചെറിയാൻ പറയുന്നത് എന്താണ്? മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചുകൊണ്ട് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രി പോയതുകൊണ്ടാണ്. അപ്പൊ കണക്കിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ആളുകൾക്ക് കൊടുക്കുന്ന സബ്റ്റിൽ മെസ്സേജ് ഡോക്ടേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ മേഖലയെ നമ്പി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജീവൻ വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിക്ക് പോയിക്കോളൂന്നാണ്. Debate with Smriti Parathikkad.